ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ് 4-ൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം മീഡിയം ആൻഡ് ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി കാർഡ്സ് എന്ന് നോക്കാം. സീൻസ് ഓഫ് ഫോറസ്റ്റ്. Naveen, his friends Sophia and Jasmine went on a trip to the nearby forest with their family. You have listened to what the crane said. I have a long beak. I can catch prey easily from deep water. നവീനും കൂട്ടുകാരായ സോഫിയയും ജാസ്മിനും കുടുംബത്തോടൊപ്പം അടുത്തുള്ള കണ്ണവം കാട്ടിലേക്ക് ഒരു യാത്ര പോയി. കൊക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. എനിക്ക് നീണ്ട കൊക്കുണ്ടല്ലോ. എത്ര ഇരയെയും എനിക്ക് എളുപ്പത്തിൽ കൊത്തിയെടുക്കാം. അപ്പം നമുക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ആസ് ദ ക്രെയിൻ സെഡ് സം അതേഴ്സ് ഇൻ ദി ഫോറസ്റ്റ് ആൾസോ ഹാവ് ടു സേ സംതിങ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ കോളംസ് ഗിവൺ ബിലോ. നെയിം ഓഫ് ഓർഗാനിസംസ്, അഡാപ്റ്റേഷൻസ്, ഫിഷ്, വെബ്ഡ് ഫീറ്റ്, സ്ട്രോങ് ഹിൻഡ് ലെഗ്സ്, ബ്രീത്ത് ത്രൂ നോസ് ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ ഇൻ വാട്ടർ. നോക്കിക്കേ, ഇതുപോലെ കാട്ടിലെ മറ്റു ചിലർക്കും പറയാനുണ്ടാവില്ലേ? താഴെ കൊടുത്ത കളങ്ങൾ പൂർത്തിയാക്കൂ. ജീവികളുടെ പേര്, അനുകൂലനങ്ങൾ, മത്സ്യം, പിന്നെ ചർമ്മബന്ധിതമായ വിരലുകൾ, ബലമേറിയ പിൻകാലുകൾ, കരയിൽ മൂക്ക് വഴിയും ജലത്തിൽ ത്വക്ക് വഴിയും ശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു അഡാപ്റ്റേഷന് എഴുതണം. അതായത് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് മീനിൻ്റെ അഡാപ്റ്റേഷൻ, മത്സ്യം. നമ്മൾ പറഞ്ഞതാണ് തോണി പോലെയുള്ള ആകൃതി, ബോട്ട് ഷേപ്പ് ലൈക്ക് സ്ട്രക്ചർ. പിന്നെ സ്കെയിൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗിൽസ് ഉണ്ടെന്ന് പറഞ്ഞു, മുകുളങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഡാപ്റ്റേഷനിൽ എഴുതാം. പിന്നെ ചർമ്മബന്ധിതമായ വിരലുകൾ, അപ്പോൾ ഇതിൽ ജലത്തിൽ ത്വക്ക് വഴിയും കരയിൽ മൂക്ക് വഴിയും ശ്വസിക്കുന്നു പറയുമ്പോൾ തവള അല്ലേ, ഫ്രോഗ്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ജീവിയുടെ അഡാപ്റ്റേഷൻ കൂടി എഴുതി കൊടുക്കുക. നിങ്ങൾ ഒരുപാട് ജീവികളുടെ വെബ്ഡ് ഫീറ്റൊക്കെ, നമ്മൾ താറാവൊക്കെ പഠിച്ചില്ലേ, ഡക്കിൻ്റെത് എഴുതാം. അപ്പോൾ നിങ്ങൾ അതേതെങ്കിലും എഴുതി കൊടുക്കുക. ചിത്രം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ, പരുന്ത്, മത്സ്യം, തവള. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഒരു ഇതുകൂടി എഴുതാൻ. കരയിൽ ജീവിക്കുന്നവ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൂടെ? ആന, സിംഹം, അങ്ങനെ എന്തോ എഴുതാം. ജലത്തിൽ ജീവിക്കുന്നവ നിങ്ങൾക്ക് മത്സ്യം ഇവിടെ തന്നിട്ടുണ്ട്, മുതല, തിമിംഗലം, എന്തോ എഴുതിക്കൂടെ? കരയിലും ജലത്തിലും ജീവിക്കുന്നവ, ആമ എഴുതിക്കൂടെ? പിന്നെ ഇലയും വേരും. നവീനും കൂട്ടുകാരും ശേഖരിച്ച ഇലകൾ പ്രദർശിപ്പിച്ചത് കൂട്ടുകാർ കണ്ടില്ലേ? പ്ലാവില, വാഴയില, ആലില, തെങ്ങോല, മാവില, മുളയില. ഇലകളിലെ സിരാവിന്യാസത്തിനനുസരിച്ച് തരം തിരിക്കാൻ കൂട്ടുകാരെ സഹായിക്കാമോ? ഇലകളിലെ സിരാവിന്യാസം ഏതൊക്കെയാണ് വരുന്നത്? സമാന്തര സിരാവിന്യാസം, ജാലിക സിരാവിന്യാസം നമ്മൾ പഠിച്ചതാണ്. പാരലൽ വീനേഷൻ നമ്മൾ ചെയ്തതാണ്, വെർട്ടിക്കുലേറ്റ് വീനേഷനും. അതിൽ ഉദാഹരണങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാം? പാരലൽ വീനേഷനിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? പാരലൽ വീനേഷനിൽ തെങ്ങോല, കോക്കനട്ട് ലീഫ് പാരലൽ വീനേഷനാണ്. മുളയില, ബാംബൂ ലീവ്സ് എഴുതാം. പിന്നെ വാഴയില അല്ലേ, പാരലൽ വീനേഷനാണ്. ഇനി നമുക്ക് റെറ്റിക്കുലേറ്റ് വീനേഷനിൽ ജാലിക സിരാവിന്യാസത്തിൽ പ്ലാവില, ജാക്ക് ഫ്രൂട്ട് ലീഫ്, പിന്നെ ആലില, പിന്നെ മാവില ഒക്കെ എഴുതാം. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ഒരു സസ്യത്തിൻ്റെ നാരുവേര് പടലത്തിൻ്റെ ചിത്രം കൂട്ടുകാർക്ക് വരച്ച് കാണിക്കാമോ? നാരുവേര് പടലം നമുക്കറിയൂലേ? ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, എന്ന ഒരേപോലെ ക്ലസ്റ്റർ പോലെ തിന്നായിട്ടുള്ള റൂട്ട്സ്. ഇത് ചിത്രത്തിലെ വേരുപടലത്തിൻ്റെ പേര് എഴുതാനാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് തായ്വേര് പടലം, ഇവിടെയാണ് എഴുതേണ്ടത്. പിന്നെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ചെടികൾക്ക് വളരാനുള്ള ആഹാരം നൽകുന്നത് ഞാനാണ്. ഞാൻ ആരാണെന്ന് കണ്ടെത്താമോ? കണ്ടെത്തിയ ഉത്തരത്തിന് ശരി നൽകൂ. ആരാണ്? ബീജപത്രം, ബീജശീർഷം, ബീജമൂലം, കോട്ടിലിഡൻ, പ്ലമ്യൂള്, റാഡിക്കിൾ. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, അതിന് നിങ്ങൾ ശരിയിട്ട് കൊടുക്കുക. ബീജപത്രം. നാടിനെ അറിയാൻ.
സ്വാതന്ത്ര്യ ദിനത്തിൽ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കൂട്ടുകാർ ചെയ്ത കൊളാഷ് ശ്രദ്ധിക്കൂ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917. ഗുജറാത്ത് നീലം കൃഷി, കർഷകരുടെ ദുരിതങ്ങൾ, ഉപ്പ് ശക്തിയുടെ പ്രതീകം. പിന്നെ കെ കേളപ്പൻ 1918. അഹമ്മദാബാദ് പയ്യന്നൂർ നികുതി 1930. ചമ്പാരൻ തുണിമിൽ തൊഴിലാളികളുടെ ഉപ്പ് സത്യാഗ്രഹം. കുറേ ഹിൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇത് നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ഈ പട്ടികയിൽ ഒബ്സർവ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹവുമായി അവിടെ തന്നിട്ടുണ്ട് ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ്. പിന്നെ ഗുജറാത്ത് നീലം കൃഷി എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നീലം കൃഷി, ചമ്പാരൻ നീലം കൃഷിയുമായി, നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. കർഷകരുടെ ദുരിതങ്ങളാണ്. അതൊക്കെ എന്ത് എഴുതാം, അവിടേക്ക് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അടുത്തതിൽ ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് അഹമ്മദാബാദ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ത് എഴുതാം, തുണിമിൽ തൊഴിലാളികളുടെ കൂലി വർധന. പിന്നെ 1918 വർഷം എഴുതാം. അഹമ്മദാബാദ് എഴുതിയിട്ടുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി. പിന്നെ അടുത്തത് വരുന്നത് ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹ. എന്തൊക്കെ എഴുതാം, പയ്യന്നൂർ എഴുതാം, ഉപ്പ് ശക്തിയുടെ പ്രതീകം. പിന്നെ എന്തെഴുതാം, അങ്ങനെ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. 1930. പിന്നെ കേളപ്പൻ, കെ കേളപ്പൻ, പയ്യന്നൂർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഹിൻസ് എഴുതാം. അപ്പോൾ ഇവിടെ ചമ്പാരൻ സമരം, തുണിമിൽ സമരം, ഉപ്പ് സത്യാഗ്രഹം, ഇത് 3 എഴുതും. അടുത്തത് ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ 100ാം വാർഷികം നമ്മൾ ആചരിച്ചുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലെ ചുമർ പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട സൂചനകൾ തയ്യാറാക്കാൻ അധ്യാപിക ആവശ്യപ്പെട്ടു. ഉണ്ണി ഇതിനായി തയ്യാറാക്കിയ സൂചനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നത്. മറ്റെന്തെല്ലാം സൂചനകളായിരിക്കും? നമുക്കറിയാം, പഞ്ചാബിലെ അമൃത്സറിലാണ്. 1919 ഏപ്രിൽ 13 വർഷം എഴുതാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റൗലറ്റ് ആക്ട്, അത് എഴുതാം. പിന്നെ സത്യേന്ദ്രപാൽ കിച്ലു 2 ആളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹിൻസായിട്ട് നിങ്ങൾക്ക് എഴുതാം. അടുത്തത് വായുവിശേഷങ്ങൾ. Some materials kept in experiment corner of the science club for doing experiments are given in the picture. Making using of these materials, prepare an experiment to show the properties of air. അപ്പോൾ ബലൂൺ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, പമ്പരുണ്ട്. അപ്പം വായുവിന് വേഗത കൂടുതലാണ്, പ്രഷർ ഉണ്ട് എന്നൊക്കെ ഇതാക്കാൻ പമ്പരം ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്യാം. ബലൂൺ യൂസ് ചെയ്തിട്ട് സ്പേസ് വേണമെന്ന് ചെയ്യാം. പിന്നെ 2 ബലൂൺ കെട്ടിത്തൂക്കിയിട്ട് നമ്മൾ ഇന്നലത്തെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെയിം ഓഫ് എക്സ്പെരിമെൻ്റ് എഴുതുക, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, ഇൻഫറൻസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒബ്സർവ് ദ ഗിവൺ മാപ്പ്, മാർക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ദി മാപ്പ് യൂസിങ് സിമ്പിൾസ്. 1 ഈസ് ഡൺ ഫോർ യു. അതായത് എക്സാമ്പിൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി, സീ ദ സിമ്പിൾസ്. ഇവിടെ നോക്കൂ, ഇങ്ങനെ ഈ കിളിൻ്റെ ഈ ഒരു സിമ്പിൾ ബേർഡ് സാങ്ച്വറി ആണ്. അത് എറണാകുളം കൊടുത്തിട്ടുണ്ട് ഒന്ന് അല്ലേ, ഒരു എക്സാമ്പിളാണ്. അപ്പം ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടത് എയർപോർട്ടിൻ്റെ ചിഹ്നം, ഒരു ഫ്ലൈറ്റ് വിമാനമാണ്, ക്യാപിറ്റലിൻ്റെ ചിഹ്നം ഇവിടെ കണ്ടിട്ട്, പോർട്ടിൻ്റെ സൈന്, ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ സൈന്. ഈ ഒരു ഹിൻസ് യൂസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം, നമ്മൾ അവിടെ തലസ്ഥാനത്തിൻ്റെ ആ ഒരു ഹിൻ്റ് അവിടെ തിരുവനന്തപുരത്ത് മാർക്ക് ചെയ്യണം. കേരളത്തിൽ അവസാനം നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? കണ്ണൂർ. പിന്നെ ബേപ്പൂർ തുറമുഖം അടയാളപ്പെടുത്തണം, കോഴിക്കോടാണ് വരുന്നത്. മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രം ഇടുക്കിയിലാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്യുക. ക്യാപിറ്റൽ ഓഫ് കേരള, ദ എയർപോർട്ട് ലാസ്റ്റ് ഓപ്പൺഡ് ഇൻ കേരള, ബേപ്പൂർ പോർട്ട്, മൂന്നാർ ടൂറിസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ഈ ആക്ടിവിറ്റീസ് ഇതൊക്കെയായിരുന്നു. ഓക്കെ, താങ്ക് യു.